ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇടവം രാശിക്കാരുടേതായ സ്വഭാവ സവിശേഷതകൾ. ഇവരെ ഏത് രീതിയിലാണ് നമ്മൾ കാണേണ്ടതും ഇടപെടേണ്ടതും എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇടവം രാശിക്കാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ ഏത് രീതിയിലാണ് നിങ്ങൾ കാണേണ്ടത്, അവരോട് പെരുമാറേണ്ടത്, അവരിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നേടാനായിട്ട് കഴിയും, അവർക്ക് ഏത് രീതിയിലൊക്കെ നന്മകൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് കഴിയും എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഇതിൽ ഒരു 80% പേർക്കൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ കണക്റ്റായി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ജന്മജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരും. ലഗ്നാധിപൻ്റേതായ ബലം, ദൃഷ്ടിബലം ഒക്കെ നല്ല രീതിക്കുള്ള ജാതകമാണെങ്കിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇവരെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു വളരെ വേഗത്തിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. ഒരു സ്ഥിരമായ ചിന്താഗതികൾ ഇവരിലേക്ക് എപ്പോഴും ഉണ്ടാകും. അതായത് സ്ഥിരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്ന ആഗ്രഹം ഒക്കെ ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ നമുക്ക് ലഭ്യമാകില്ല എന്നുള്ളതാണ്. എന്താ ഇപ്പോൾ അത്ര അത്യാവശ്യം എന്താ എന്ന് ചോദിക്കുന്ന വ്യക്തികളാണ്. ഇങ്ങനെ ശുക്രൻ്റേതായ വീടാണ് ഈ ഇടവം രാശി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രഭാവം എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മരുന്ന്, തിളക്കമുള്ള ഒരു മനോഭാവം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇടവം രാശിക്കാരുമായിട്ടൊക്കെ പാർട്ട്ണർഷിപ്പ് പോലുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇവരുടേതായ മനോഭാവത്തിന് അനുസൃതമായ തുല്യ മനസ്സ് ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. അതായത് ഇവരുടേതായ പ്രാക്ടിക്കൽ മോഡ് അത് എനേബിൾ ചെയ്യാനായിട്ട് കൃത്യമായ രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളുമായിട്ട് മാത്രമായിരിക്കും ഇവർക്ക് അനുകൂലമായൊരു ഭാവം ഉണ്ടാവുക. അല്ലാത്ത വ്യക്തികളുമായിട്ടൊക്കെ അടുക്കാനും അവരുമായിട്ട് ഇടപഴകാനും ഇവർ ഒരിക്കലും തന്നെ താല്പര്യപ്പെടില്ല. ചിന്തകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും തുല്യ മനസ്സോടുകൂടി അതാണ് ശരി, ആ ഒരു പോയിന്റ് കറക്റ്റാണ് എന്ന ചിന്തയിലൂടെ പോയാൽ മാത്രമാണ് ഇവർ ആ വ്യക്തികൾക്ക് ഒരു നല്ല മനസ്സിനെ പ്രദാനം ചെയ്യുന്നത്. ഇവരുടെ പ്രേമ ബന്ധങ്ങളാണെങ്കിൽ ശരി, ഇവർ പൊടുന്നനെ ഒരു ആക്സസ് ആയിട്ടുള്ള മനോഭാവത്തെയൊന്നും അവിടെ കൊടുക്കില്ല. ഒരല്പം തന്നെ ഇവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ജാഗ്രതയോടുകൂടി ചിന്തിക്കും. കാരണം ഇതുകൊണ്ട് എനിക്കെന്തെങ്കിലും ദോഷങ്ങളോ പ്രശ്നങ്ങളോ വരും എന്നവർ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ പൊടുന്നനെ തന്നെ ഒരു നല്ല ഒരു മറുപടിയൊന്നും ഇവരിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ പ്രേമബന്ധങ്ങളിൽ ഇടപെട്ട് പോകുന്ന, ഇപ്പോൾ ഇടവൻ രാശിക്കാരിയായ ഒരു പെൺകുട്ടിയോട് ഇടപഴകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പൊടുന്നനെ ഒരു മറുപടിയൊന്നും നോക്കണ്ട. കാരണം അവർ നല്ല രീതിക്ക് നിങ്ങളെ വാച്ച് ചെയ്യുകയും അതിൻ്റേതായ രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളില്ല, നാളത്തെ ഭാവിയിലും ഉപകാരം ഉണ്ടാകും, തുടർന്നും ഉണ്ടാകുമെന്ന ചിന്താഗതി അവരിലേക്ക് വന്നാൽ മാത്രമാണ് അവർ അതിനായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് നൽകുക. ഒരു പ്രേമബന്ധങ്ങളൊക്കെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പിണക്കം വന്നു പോയാൽ, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ഒരു അകൽച്ച വന്നു പോയാൽ, ഈ ഇടവം രാശിക്കാരായ ആണായാലും പെണ്ണായാലും 1000 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. കാരണം എന്ത്? അതിനുള്ള ഇപ്പോൾ ഇത് സംഭവിക്കാനുള്ള വ്യക്തമായ കാരണം എനിക്കറിയണം. അതിനായിട്ട് എവിടെയാണ് പ്രശ്നം? എന്താണ് പ്രശ്നം? എന്ന് ഒക്കെ ചോദിക്കും. ചോദിച്ചിട്ട് അതിലൊരു വ്യക്തത വരുന്നില്ല എന്നുണ്ടെങ്കിൽ 100% അവർ അതിനെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. പിന്നീട് അങ്ങോട്ടേക്ക് ആരും തിരിഞ്ഞു നോക്കുകയേ വേണ്ട. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിനുള്ളിലാണെങ്കിൽ പോലും നല്ല മനസ്സോടുകൂടി മുന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ എന്തെങ്കിലും രീതിയിൽ അവരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അവർക്ക് സ്പോർട്ടീവായിട്ട് തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും. തൽക്കാലത്തേക്ക് അത് ക്ഷമിച്ചത് വിടുകയും പിന്നീട് ഒരു ചോദ്യം ചെയ്യലിലേക്ക് വന്നാൽ അവർ നിങ്ങളോട് 100 ചോദ്യങ്ങൾ ചോദിക്കും. അതിൻ്റേതായ കാരണം വ്യക്തമായിട്ട് അവർ ചോദിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പേരിൽ ബന്ധങ്ങൾ പോകുന്നുവെങ്കിൽ പോട്ടെ എന്ന് അവർ ചിന്തിക്കുന്ന വ്യക്തികളാണ്. വേണ്ട എന്ന് ഉറപ്പിച്ചാൽ അവർക്കത് വേണ്ട തന്നെയാണ്. അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുവാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ ശ്രമിച്ച വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നത് നന്നായിരിക്കും. കുടുംബത്തിനുള്ളിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, എവിടെയും തൊഴിലിടങ്ങളിൽ എവിടെയും ആയിക്കൊള്ളട്ടെ, ഇവരെ അവോയ്ഡ് ചെയ്യാം, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ അതിൻ്റേതായ യഥാർത്ഥമായ കാരണം അവരോട് പറഞ്ഞിട്ട് അവരെ അവോയ്ഡ് ചെയ്താൽ 100% അവർ അവിടുന്ന് ഒഴിവായിപ്പോയിക്കോളും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അനാവശ്യമായ കാര്യങ്ങൾ ടോർച്ചറിങ് കൊടുത്തിട്ട് അവരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. അതിൽ വ്യക്തത വരുത്താനായിട്ട് ഈ ഒഴിവാക്കുന്ന വ്യക്തികൾ ബുദ്ധിമുട്ടുകയും ചെയ്യും. അപ്പോൾ അത് വളരെയധികം ജാഗ്രതാപൂർവ്വം, കാരണം സ്നേഹത്തിന് അങ്ങേയറ്റമാണ്. ഒരാളെ പെട്ടെന്നൊന്നും മനസ്സിലേക്ക് ഇടം കൊടുക്കില്ല. ഇടം കൊടുത്ത വ്യക്തി അവരെ മറുപടിയുമായിട്ട്, അതായത് അവരെ മോശകരമായ രീതിയിൽ ചിന്തിക്കുകയും ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്താൽ 100% അവർക്ക് അത് വിനയായി മാറുന്ന ഒരു സാഹചര്യം എപ്പോഴുണ്ട്. ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചത് തന്നെയാണ്. അപ്പോൾ വ്യക്തമായ കാരണങ്ങളോടുകൂടി വേണം അവരോട് ഇടപഴകാനുള്ള കാര്യം
മനസ്സിലാക്കുക. കുടുംബത്തിലാണെങ്കിലും, പുറത്താണെങ്കിലും, സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലാണെങ്കിലും ശരി, തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു വിഷയം ഇവരുമായിട്ട് ചർച്ച ചെയ്യണമെന്നുള്ളത് ഇവർക്ക് വളരെയധികം ആഗ്രഹമുള്ള കാര്യമാണ്. എന്ത് കാര്യങ്ങളും ഇവരുമായിട്ട് കൂടിയിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനമെടുത്താൽ അതിൽ ഒരു ആക്സസ് നൽകും എന്നുള്ളൊരു കാര്യം ഇവരുടെ മനസ്സിൽ എപ്പോഴും തന്നെ ഉണ്ട്. പക്ഷേ ഒരു തീരുമാനം എടുത്തു വച്ചിട്ട് ഇതാണ് കാര്യം എന്ന് അവരോട് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവരതിനെ ഒഴിവാക്കുകയും എനിക്ക് താല്പര്യമില്ല, ഇതിനെക്കുറിച്ച് ഇനി മേലിൽ എന്നോടാരും സംസാരിക്കുകയും വേണ്ട, നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ, എനിക്ക് താല്പര്യമില്ല, എന്നെ ഒഴിവാക്കിയേക്കൂ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ കുടുംബത്തിലെ ബന്ധങ്ങളുമായി നല്ല രീതിയിൽ പോകുന്ന വേളകളിൽ ഇവരെ അവോയ്ഡ് ചെയ്തൊരു കാര്യം ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പ്രേമബന്ധങ്ങളിൽ ഇവരുമായിട്ട് ഇടപെട്ട് വളരെയധികം ഫാസ്റ്റായിട്ടൊരു പ്രോസസ്സ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഉറപ്പിച്ചുകൊള്ളുക, ആ ഫാസ്റ്റ് പ്രോസസ്സ് അവിടെ നടക്കില്ല. ഇവർ അതിനെക്കുറിച്ചിട്ട് നാളത്തെ ഭാവിയിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്കുണ്ടാക്കാനായിട്ട് കഴിയും, അതിനായിട്ട് ഇവർ പ്രാപ്തമാണോ എന്ന ചിന്താഗതി, അതായത് വളരെ പ്രാക്ടിക്കലായിട്ട് ഇവർ ആലോചിക്കുന്ന വ്യക്തികളാണ്. അത് എവിടെയും എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. വളരെ വേഗത്തിൽ ഇവർക്ക് ഒരു നല്ല കാര്യം അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കുക, ഇവിടെ പോയി ഇരിക്കുക, പാർക്കിൽ പോയി ഇരിക്കുക, കൃത്യമായ ഒരു ടൈമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് വലിയ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അവർക്ക് അതിനായിട്ടൊരു കൃത്യമായ ടൈമിംഗ് കാൽക്കുലേഷനൊക്കെ ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ഓപ്പോസിറ്റ് സൈഡ് വ്യക്തിയെ ഒഴിവാക്കുക എന്നുള്ളതല്ല. അവർ അതിൻ്റേതായ, അതായത് സ്വയരക്ഷ എന്ന് പറയുന്നത് പോലെ അവർ എപ്പോഴും ക്രിയേറ്റ് ചെയ്തിരിക്കും. ഈ ബന്ധം കൊണ്ട് 2 കുടുംബങ്ങൾക്കുള്ളിലും പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. ആരും നമ്മളെ കുറ്റം പറയരുത്. നാളത്തെ ഭാവിയിലും മറ്റുള്ളവർ നമുക്ക് അനുകൂലമായി ഇരിക്കുകയും സന്തോഷകരമായി എല്ലാവരും ഒപ്പം പോകണമെന്ന ചിന്താഗതിയുണ്ട്. പ്രേമിക്കുന്നവർ ഫാസ്റ്റ് പ്രോസസ്സിംഗ് ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കുക. അത് നടക്കില്ല ഈ രാശിക്കാരുമായിട്ട്. ഇവരുടേതായ സ്കൂൾ തലം മുതൽക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 35 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് ആത്മാർത്ഥമായ സുഹൃത്തായിരിക്കും. അതായത് 5 വയസ്സിൽ കണ്ട് പഴകുന്ന ഒരു സുഹൃത്തായിരിക്കും. അത് 50 വയസ്സായാലും ആ ഒരു ആത്മാർത്ഥമായ ബന്ധത്തെ കൂടെ നിർത്തുവാനായിട്ട് ഇവർ പരമാവധി ശ്രമിക്കും. ഏതെങ്കിലും ഒരാൾ മാത്രമായിരിക്കും അങ്ങനെ ഒരു സുഹൃത്തായിട്ട് ഉണ്ടാവുക. കോളേജിൽ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോഴും ഒക്കെ ആ ഒരു സുഹൃത്ത് എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ് വാസ്തവം. കാരണം ഇവർക്ക് പരസ്പരം അറിയാം. ഇയാൾ ഇങ്ങനെയാണ്, അയാൾ അങ്ങനെയാണെന്ന് പരസ്പരം അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളും ഇവർ പരസ്പരം ആ ഒരു കാര്യമായിട്ട് ഏതൊരു വിഷയമായിട്ട് ഇടപെട്ടാലും ആ വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു സുഹൃത്ത് എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ് വാസ്തവം. 100 സുഹൃത്തുക്കൾ ഉള്ളതിനേക്കാളും ഒരു സുഹൃത്ത് ആത്മാർത്ഥമായിട്ടുള്ള ഒരുവൻ മതി എന്ന ചിന്തയാണ് ഇവർക്ക്. ഇതേ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ആ കുടുംബത്തിനുള്ളിലോ എന്തെങ്കിലും ഒരു വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇടവം രാശിക്കാരായ സുഹൃത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ കുടുംബത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും അതിനായിട്ട് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഒരുമിപ്പിച്ച് സന്തോഷകരമായി നിർത്തുവാനായിരിക്കും ശ്രമിക്കുക. പക്ഷേ അത്തരമൊരു നല്ല കാര്യം ചെയ്യുന്ന വേളയിൽ സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിൽ ചില വിള്ളലുകൾ വരുന്ന സാഹചര്യങ്ങളും വന്നെത്തുന്നു എന്നുള്ളതാണ്. കാരണം ചെയ്യുന്നത് നന്മയാണെങ്കിലും അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അവരുടേതായ ഇടങ്ങളിൽ അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ വഴി ഇവർക്ക് മോശം കാര്യങ്ങൾ വരുന്നതും ധാരാളം തന്നെ ഉണ്ട്. ബന്ധങ്ങൾക്കിടയിൽ ആത്മാർത്ഥത വന്നുപോയി കഴിഞ്ഞാൽ ഇവർക്ക് പരസ്പരമുള്ള രഹസ്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അത് പുറത്തെത്താതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർ സ്വയം ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഒറ്റുകൊടുക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഇവർക്കുണ്ടാകില്ല. അതിൻ്റേതായ ശരി ഏത് എന്നിവർ നല്ല രീതിക്ക് ചിന്തിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തിനെ ഒറ്റുകൊടുക്കുന്ന ശീലം ഇവർക്ക് ഇല്ല. ആത്മാർത്ഥത ഉള്ളയിടത്ത്. ഇടവം രാശിയിൽപ്പെട്ടവർ തൊഴിൽ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അനുസൃതമായ ചിന്താഗതിയുള്ള വ്യക്തികളായിരിക്കണം പാർട്ട്ണർഷിപ്പായിട്ടൊക്കെ വരികയും അതുപോലെ തന്നെ സ്ഥാപന ഉടമകളും അതുപോലെ തന്നെ ആയിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ പൊടുന്നനെ ഒരു ലാഭം മോഹിക്കുന്ന വ്യക്തികളല്ല. അതായത് ഇന്ന് ഒരു ബിസിനസ് തുടങ്ങി അടുത്ത മാസം നമുക്ക് അതിൻ്റെ റീച്ച് കണ്ടെത്തണം എന്നുള്ള വ്യക്തികളൊന്നുമല്ല. അത് ആ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ നല്ല അനലൈസ് ചെയ്ത് അത് ഏത് രീതിയിൽ നമുക്ക് വിപണിയിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിക്ക് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനൊക്കെ കഴിയും. ആ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് ഒന്നാണെങ്കിലും ശരി, അത് ഒരിക്കലും തന്നെ മോശമായി പോകരുത്, കുറ്റം പറയരുത് എന്ന ചിന്താഗതി ഉണ്ടാവും. അപ്പോൾ ഒരു മാസം കൊണ്ട് നേടുന്ന ലാഭം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ആ ഒരു ലാഭം എന്ന് പറയുന്നത് നിരന്തരമായിരിക്കുമെന്നാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ അത്തരമൊരു ഫാസ്റ്റ് പ്രോസസ്സാണ്
ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് ഒരിക്കലും ലഭിക്കില്ല. പക്ഷേ ഇവർ താൽക്കാലികത്തെ അല്ല എപ്പോഴും ചിന്തിക്കുന്നത്, നിരന്തരത്തെയാണ്. അപ്പോൾ നിരന്തരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇടവം രാശിക്കാരുമായിട്ട് ബിസിനസ് പാർട്ണർഷിപ്പ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഫാസ്റ്റ് പ്രോസസ്സിംഗ് ഇവർക്ക് താല്പര്യമില്ല. അതിനായിട്ട് ഇവരെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ഇവർ ഇത് ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളാണെങ്കിലും അത് തന്നെയാണ്. ചിലരൊക്കെ തന്നെ 1 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് ഇങ്ങനെയൊക്കെ ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇവരങ്ങനെയല്ല. ഒരു 3 മാസം അതിലേക്ക് നിക്ഷേപിച്ചാൽ എനിക്കെന്ത് കിട്ടും എന്ന ചിന്താഗതിയാണ്. അതായത് ലോങ് പ്രോസസ്സിൽ എനിക്കെന്ത് ഒരു ലാഭം കിട്ടും. അത്തരത്തിലുള്ള ചിന്താഗതിക്ക് ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് പ്രോസസ്സിങ്ങുമായിട്ട് ഇവരെ സമീപിക്കരുത്. തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ ഇവർക്ക് ഏറ്റവും അധികം പ്രശ്നം വരുന്നതെന്ന് വെച്ചാല്, സ്ഥാപനത്തിൻ്റെതായ മേലധികാരിയൊക്കെ ഇവരോട് പറയും, "നമുക്ക് ഈ ഒരു പ്രോസസ്സ് മാറ്റണം. ഇത് മാറ്റിയിട്ട് നമുക്ക് പുതിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് ഇന്ന് മുതൽ നമുക്ക് ആ പ്രോസസ്സ് വേണ്ട" എന്ന് പറഞ്ഞാൽ, ഇവർ അത് കേൾക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് തൊഴിലിടങ്ങളിൽ വാഗ്വാദങ്ങൾക്ക് ഇടയാക്കുന്നത്. കാരണം വെച്ചാല്, അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറയാനുള്ള കാരണമെന്ത്? അതിൻ്റേതായ ആഹ്, പ്രശ്നങ്ങളെന്ത്? അത് മാറ്റിയാൽ പൊടുന്നനെ നമ്മളത് സ്റ്റോപ്പ് ചെയ്താൽ അവിടെ എന്തൊക്കെ വിഷയങ്ങളുണ്ടാവും? എന്നൊക്കെ ധാരാളം ചിന്തിച്ച് അതിന് സമയമെടുത്ത് മാത്രമായിരിക്കും ആ ഒരു കാര്യത്തെ ഇവർ കേൾക്കുക. അതുകൊണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും ഇവരെ പിരിച്ചുവിടുന്നതും സർവ്വസാധാരണമായിട്ടാണ് കാണപ്പെടുന്നത്. ട്രേഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം. അതായത് ഈ ഇടവം രാശിക്കാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവരുമായിട്ട് ഡീൽ ചെയ്ത് മുന്നിലേക്ക് വരാം. പക്ഷേ ഇവരുടേതായ ഇടപെടൽ കാലതാമസം ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മളൊരു ₹1000 മുടക്കിയാൽ ₹1000 നഷ്ടം ആകരുത് എന്ന രീതിക്ക് മാത്രമായിരിക്കും ഇവർ അത് ചെയ്യുക. അതായത് താമസിച്ചു പോയാലും ശരി, നമുക്ക് ആ പണം ഒരിക്കലും നഷ്ടപ്പെടരുത് ചിന്താഗതി ഉണ്ടായിരിക്കും. ലാഭം കുറഞ്ഞു പോയാലും ശരി, പണം നഷ്ടപ്പെടരുതെന്ന ചിന്ത എപ്പോഴും ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും ഇവർ ലോങ് പ്രോസസ്സുമായിട്ട് മുന്നിലേക്ക് പോകുന്നത്. എന്നാൽ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ അങ്ങനെയല്ലല്ലോ. വളരെ വേഗത്തിൽ എനിക്ക് പണം ലഭിക്കണമെന്ന ചിന്താഗതി. അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്തവരുടേതായ അവസ്ഥകൾ ലക്ഷങ്ങളും മില്യണും ബില്യണും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. ആ രീതിയിൽ വേഗം കൂട്ടിയവരുടേതായ, എന്നാൽ വേഗത കുറച്ചവർക്ക് ഇപ്പോൾ നടക്കുന്ന സാമ്പത്തിക അവസ്ഥയിലാണെങ്കിലും ശരി, അവർക്ക് പണം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളത് 100% സത്യമാണ്. ഇവരൊക്കെ തന്നെ ഫൈനാൻസിങ് സ്ഥാപനങ്ങളിലൊക്കെ ഈ കളക്ഷൻ ഏജന്റൊക്കെ ആയിട്ട് നിന്നാലും വളരെയധികം ഗുണമായിരിക്കും ഉണ്ടാകുക. അതായത് ഒരല്പം കാലതാമസമായാലും ശരി, കിട്ടാനുള്ള പണങ്ങളൊക്കെ ഇവർ വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ വേഗത്തിൽ പോയി അവിടെ പോയി ആക്രോശം കാട്ടി ചിലർ ആക്രമണ സ്വഭാവത്തോടുകൂടി ചില ഇടങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. പക്ഷേ ഇടവം രാശിയിൽ പിറന്ന ഈ വ്യക്തികളൊക്കെ തന്നെ ഡീലിംഗ് ചെയ്യുന്നത് വളരെയധികം മിതത്വമായ ഒരു ഭാവത്തോട്. കാരണം വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. എന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ കൺവിൻസ് ചെയ്ത് അവരിൽ നിന്ന് ഒരു അല്പാൽപ്പം വാങ്ങി ഈ സ്ഥാപനത്തിന് നഷ്ടമില്ലാത്ത രീതിക്ക് അവർ കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പൊടുന്നനെ ഒരു 4 പേരുടേതായ പേരും കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ ഇവർക്ക് ഒരു 4 ആഴ്ച കൊണ്ട് മാത്രമായിരിക്കും അതിനെ കവർ ചെയ്യാൻ പറ്റുക. മറ്റുള്ളവർ പൊടുന്നനെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ അക്രമ സ്വഭാവം കാട്ടി അവിടെ വാങ്ങി പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന സാഹചര്യം. പക്ഷേ ഇവർ അങ്ങനെയല്ല. ഈ ഇടപെടുന്ന വ്യക്തികളും അതുപോലെ സ്ഥാപനവും ഇവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക. നാളെയും വരണം, നാളെയും എനിക്ക് കാണണം ചിന്താഗതിയോടെയായിരിക്കും ഇവർ ഇടപെടുന്നത്. അപ്പോൾ അതിലും ഇവർ മികച്ച ഒരു പ്രകടനമായിരിക്കും കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ചൊവ്വയുമായി ബന്ധപ്പെട്ട രാശികളുമായിട്ട് ഇടപഴകാതെ ഇരിക്കുന്നതാണ്. ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങളും തൊഴിലിടങ്ങളിലും ഇവരുമായിട്ട് ഇടപഴകാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ചൊവ്വയുടേതായ വേഗത ഇവർ ഒരിക്കലും കാട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ വേഗത്തിൽ ഒന്നും വേണ്ട എന്ന് പഴനിയിൽ പോയിരുന്ന മുരുകൻ്റെ സ്വഭാവമൊന്നും ഇവർക്ക് ഇല്ല എന്നുള്ളതാണ്. എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കുന്ന അത്തരത്തിലൊരു പ്രവണത ഇവർക്കില്ലാത്തതുകൊണ്ട് തന്നെ ഈ ചൊവ്വയുമായി ബന്ധപ്പെട്ട രാശിക്കാരുമായിട്ട് ഈ ഇടവൻ രാശിക്കാർ ഇടപഴകാതെ ഇരിക്കുന്നതും നല്ലത്. അതുപോലെ ചൊവ്വയുടെ രാശിക്കാർ ഇടവൻ രാശിയുമായിട്ട് ഇടപഴകാതെ ഇരിക്കുന്നതും നന്നായിരിക്കും. കാരണം വേഗം നിങ്ങൾക്കുണ്ട്. ഇടവൻ രാശി വേഗം കുറവാണെങ്കിലും അവിടെ നഷ്ടമില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇവർ പല കാര്യങ്ങളിലും സ്ലോ ആയിട്ടുള്ള ഒരു മോഡ് എനേബിൾ ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ ഈ പണം നിക്ഷേപിക്കാനായിട്ട് ചില ഈ കുടുക്ക പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാറുണ്ട്. അതില് ഇവർ ദിനംതോറും ഓരോ രൂപ നിക്ഷേപിച്ച് 30 ദിവസമാകുമ്പോൾ ₹30 എന്ന ഒരു കാൽക്കുലേഷൻ കൃത്യമായിട്ടും ആ ₹1 മാത്രമായിരിക്കും ഇടുക. മറ്റു ചിലർ പൊടുന്നനെ തന്നെ കിട്ടുന്നത് കാശൊക്കെ, അതായത് ₹100 കിട്ടിയാൽ ഒരു ₹50 കിടക്കട്ടെ എന്ന് പറയുന്നത്. ₹500 കിട്ടിയാൽ ഒരു ₹200 കിടക്കട്ടെ എന്നുള്ളത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ അതിനെ സമ്പാദ്യപ്പെട്ടി വലുതാക്കുക എന്നുള്ള ചിന്താഗതി ഉണ്ട്. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു 10 ദിവസം കഴിയുമ്പോൾ അത് പൊട്ടിച്ച് കാശെടുക്കേണ്ടതായിട്ട് വരും. ഇവർ സ്ലോ മോഡിൽ അതിനെ ഉയർത്തി ഉയർത്തി അതിനെ ഒരു നിക്ഷേപമാക്കി തന്നെ മാറ്റുന്ന സാഹചര്യമാണ്. അതായത് ഇന്നേക്കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്, നാളെയെക്കുറിച്ചുമാണ്. മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഇന്നേക്കുറിച്ച് മാത്രമാണ്. നാളെക്കുറിച്ചുള്ള ചിന്താഗതിയില്ല. ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ഇരിക്കണമെന്ന് മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ ഇവർ നിരന്തരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും.
അങ്ങനെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ശുഭം.